പടി ചവിട്ടാൻ സമ്മതിച്ചില്ല. എന്റെ ജീവിതത്തില് ഇതുപോലൊരു അപമാനം ഉണ്ടായിട്ടില്ല. നല്ല പനിയുണ്ടല്ലോ, ഇനി ഒട്ടും നേരെ കളയണ്ട. ഹരിയേട്ടൻ മരിച്ച വിവരം സത്യാണെന്ന് ആള് ബാക്കി ഉണ്ടാവില്ല. ഡോക്ടറെ, ഇതാരാ? എനിക്കാണെങ്കിൽ ഒരിക്കലും ആശുപത്രി വന്ന് കെട്ടിക്കിടക്കാൻ ഇവിടെ വരില്ലായിരുന്നു. ഈ അവസ്ഥയിൽ എങ്ങനെയെങ്കിലും ഒന്ന് മരിക്കാൻ കാത്തിരിക്കാൻ ഞാൻ. എത്രയായി? 20. ദാ, വാ ചേച്ചി. എന്തായി മോളെ? പടി ചവിട്ടാൻ സമ്മതിച്ചില്ല. എന്റെ ജീവിതത്തില് ഇതുപോലൊരു അപമാനം ഉണ്ടായിട്ടില്ല. എന്തൊക്കെയാ അവര് പറഞ്ഞുണ്ടാക്കണേ? കേട്ടിട്ട് തല പെരുത്തുപോയി. അമ്മയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ, വയറ് നിറച്ചു കിട്ടി. ഇപ്പൊ തൃപ്തിയായില്ലേ അമ്മയ്ക്ക്? മായേ, എനിക്കൊന്ന് ഫോൺ ചെയ്യണം. അതിനെന്താ, ഫോൺ ചെയ്യാലോ. ഊർമിളേച്ചി ആദ്യം ഫ്രഷ് ആവ്, എന്നിട്ട് സമാധാനായിട്ട് ഫോൺ ചെയ്യാം. അല്ല, അത് ഫോൺ ചെയ്തിട്ട്. ഊർമിളേച്ചി വാ. ആദ്യം ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റ്, എന്നിട്ട് എന്താന്ന് വെച്ചാ ആവാലോ. നിങ്ങളൊന്ന് വേഗം വന്നേ. എന്താ? കുഞ്ഞിന് തീരെ സുഖമില്ല, പനി കൂടി കൂടി വരിക. വേഗം വാ. നല്ല പനിയുണ്ടല്ലോ, ഇനി ഒട്ടും നേരെ കളയണ്ട. ആശുപത്രി കൊണ്ടുപോകുന്നത് നല്ലത്. ഞാൻ ഒരു വണ്ടി വിളിച്ചിട്ട് വരാം. വേഗം പോകാൻ തയ്യാറായിക്കും. ഹലോ, ഞാനാ വേണുവേട്ടാ. ഒരു കാര്യം പറയാനാ വിളിച്ചത്. ഹരിയേട്ടൻ മരിച്ച വിവരം ഊർമിളേച്ചി അറിഞ്ഞു. ഞങ്ങള് പള്ളിക്കല് പോയിരുന്നു. അവിടെ വെച്ച് രാമകൃഷ്ണേട്ടനാ എല്ലാം വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് അങ്ങനെയൊന്നുമില്ലെന്ന് ഞാൻ ഒരു വിധത്തിലാ ഊർമിളേച്ചിയെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. എന്നാലും നല്ല സംശയമുണ്ട്. ഗൾഫിലേക്ക് വിളിക്കണമെന്നും പറഞ്ഞ് ധൃതി കൂട്ടുക. മൃദുലേച്ചിയുടെ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരുപാട് പ്രാവശ്യം ഗൾഫിലേക്ക് ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു വിധത്തിലാ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന്. എന്ത് ചെയ്യണമെന്നൊരു നിശ്ചയമില്ലാത്തോണ്ടാ ഞാൻ വേണുവേട്ടന് ഫോൺ ചെയ്ത്. ഇപ്പൊ തന്നെ പകുതി ജീവൻ പോയ പോലെയാ ഊർമിളേച്ചിയുടെ അവസ്ഥ. ഹരിയേട്ടൻ മരിച്ച വിവരം സത്യാണെന്ന് ആള് ബാക്കി ഉണ്ടാവില്ല.
എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. ശരി. ഊർമിളേച്ചി. അയ്യോ, ഊർമിളേച്ചി. അമ്മേ. ഊർമിളേച്ചി. 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 പേഷ്യന്റ് കണ്ണു തുറന്നു. ബോധം വീണ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഊർമിളെ, ഞാനിത് എവിടെയാ? ഹോസ്പിറ്റലില്ല. സാരല്ല, ചെറിയൊരു തലകറക്കം. ആ വേണോ? ഹരി എവിടെ? എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് എവിടെ പോയതാ? പാവം, 3 ദിവസം ഒറ്റയടിക്ക് കമ്പ്യൂട്ടറിന് മുമ്പേ ഇരുന്ന എല്ലാം ശരിയാക്കിയത്. കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്റെ ഹരി. ഇനി ഒന്നും പേടിക്കാനില്ലാന്ന് ഹരിയോട് പറഞ്ഞേക്കണേ ഡോക്ടറെ. അല്ല ഡോക്ടറെ, ഇതാരാ? അറിയില്ലേ? ഊർമിളയുടെ എത്തിച്ച ഇദ്ദേഹമാണോ? ഓ, താങ്ക് യു സോ മച്ച്. എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി നിങ്ങളൊക്കെ. താങ്ക് യു. ഈ മരുന്ന് പുറത്തു പോയി വാങ്ങിട്ട് വരണം. ഊർമിളയ്ക്ക് ഞാനൊരു ഇഞ്ചക്ഷൻ തരാം. അല്പം കൂടി ഉറങ്ങിക്കോളൂ. വേണ്ട ഡോക്ടർ, എന്നെ കൊണ്ടുപോവാൻ ഇപ്പൊ തന്നെ ഹരി വരും. ഉറങ്ങിപ്പോയാ പിന്നെ എന്നെ വിളിക്കാതെ പൊക്കളെ. വേണ്ട പ്ലീസ് ഡോക്ടർ. നോ, യു മസ്റ്റ് ലീവ്. ഊർമിളയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. ശരിക്കൊന്ന് ഉറങ്ങിയ എല്ലാ അസുഖവും മാറും. ഡോക്ടർ വന്നോന്ന് പറയണേ. മൃദുലേ, എന്താ ഇവിടെ? മനുഷ്യന് അസുഖം വന്നാ ചികിത്സിക്കാതെ വയ്യല്ലോ. ആർക്കാ? തനിക്കാണോ? എനിക്കാണെങ്കിൽ
ഒരിക്കലും ആശുപത്രി വന്ന് കെട്ടിക്കിടക്കാൻ ഇവിടെ വരില്ലായിരുന്നു. ഈ അവസ്ഥയിൽ എങ്ങനെയെങ്കിലും ഒന്ന് മരിക്കാൻ കാത്തിരിക്കാൻ ഞാൻ. എന്തെങ്കിലും മാരക രോഗം വന്നിരുന്നെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിച്ചേനെ. മൃദുല, എന്റെ മോൾക്കായതുകൊണ്ടാ ഞാൻ. മോൾക്ക് എന്താ പറ്റിയത്? എങ്ങനെയാ അസുഖം വരാതിരിക്കുക? കുഞ്ഞുങ്ങളാണെങ്കിലും ചുറ്റും നടക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. മതി, കൂടുതൽ കുത്തുവാക്കുകളൊന്നും വേണ്ട. മോൾക്ക് എന്താ പറ്റിയത്? മൃദുല, ആശുപത്രിയിലല്ല പകപോക്കല്. പ്രത്യേകിച്ച് നമ്മുടെ മോക്കൊരു അസുഖം. പറ മൃദുല, മോൾക്ക് എന്താ അസുഖം? പനിയാ. എന്നിട്ട് ഡോക്ടറെ കണ്ടില്ലേ? ഇല്ല. വേണ്ട, ഞാൻ എടുത്തോളാം. വേണ്ട, വിട്. മോളെ, എന്റെ മോക്ക് എന്താ പറ്റിയത്? ഡാഡി, ഞങ്ങളെ ഇട്ടേച്ച് പോവരുത്. നല്ല പനിയുണ്ടല്ലോ മോൾക്ക്. നമുക്ക് കാഷ്വാലിറ്റി കാണിക്കാം. സർ, ഊർമിളയുടെ ഹസ്ബൻഡ് അല്ലേ? സാറിനെ അത്യാവശ്യമായിട്ട് ഡോക്ടർ കാണുമെന്ന് പറഞ്ഞു. ഡാഡി, മൃദുല, മൃദുല പ്ലീസ് ഒന്ന് നിൽക്ക്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട. ആശുപത്രിയില്, അതും കുഞ്ഞിന് അസുഖം പിടിച്ച ഈ അവസ്ഥയില് നിങ്ങളോട് വാശി വൈരോഗ്യമൊന്നും കാട്ടരുതെന്ന് ഒരു നിമിഷം ആശിച്ചു. പക്ഷെ മൃദുല. കഴിയില്ല. ഞാനൊരു പെണ്ണ. ലോകത്ത് ഇതൊന്നും ഒരു പെണ്ണ് സഹിക്കില്ല. നിങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ അകത്തൊരുത്ത് കിടപ്പുണ്ടല്ലോ. ഭാര്യ എന്നല്ലേ രജിസ്റ്ററിൽ പേര് വെച്ചിരിക്കുന്നത്? പോയി അവളെ ശുശ്രൂഷിക്കും. വിട് മമ്മി. നമുക്ക് ഡാഡിയോട് പോവാം മമ്മി. ഡാഡി. ഊർമിളയുടെ ഹസ്ബൻഡ് അല്ലേ? ഊർമിളയുടെ ഹസ്ബൻഡ് അല്ലേ? ആശുപത്രിയിലെ നഴ്സ് വേണുവിനെ ഊർമിളയുടെ ഭർത്താവെന്ന് വിളിച്ചാൽ അത് സത്യമാവോ? ആ കുട്ടി ആശുപത്രിയിൽ കൊണ്ടു ചെന്നത് വേണുവാണ്. അപ്പോൾ അവർ കരുതി വേണുവിൻ്റെ ഭാര്യയാണ് പേഷ്യൻ്റെന്ന്. ഇങ്ങനെ ഒരു നിസ്സാര കാര്യം പറഞ്ഞ് മോൾ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കാമോ? ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കണമെന്ന് അച്ഛൻ പറയുന്നത്? എനിക്കിനി ജീവിക്കണ്ട. മോളെ, അരുതാത്തതൊന്നും ചിന്തിക്കുകയും പറയുകയും വേണ്ട. അതൊന്നും ഒരു പരിഹാരമല്ല. നിന്റെ അമ്മ ഇവിടെ ഇല്ലാത്തത് നന്നായി. ഇതും കൂടി കേട്ടാ അത് മതി ഇവിടെ യുദ്ധം നടക്കാൻ. കുടുംബജീവിതം ആവുമ്പോൾ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ മുമ്പിൽ വന്ന് പെടും. അത് നല്ല രീതിയിൽ തരണം ചെയ്യുന്നതിലാ മിടുക്ക്. ഞാൻ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നത്? ഭർത്താവിന്റെ രണ്ടാം ഭാര്യയ്ക്ക് വെച്ച് വിളമ്പി കൊടുത്ത് അവളുടെ വേലക്കാരിയായിട്ട് കഴിയണമെന്നോ? എന്നല്ലല്ലോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ത് കാര്യമായാലും വിശ്വസിക്കുന്നതിന് മുമ്പ് അതിന് വ്യക്തമായ തെളിവ് വേണം. അപ്പോ ഇത്രയും ദിവസം നമ്മളെ കണ്ടതും കേട്ടതൊന്നും തെളിവല്ലേ? തെറ്റുകാരനാണെന്ന് ഒരാളെപ്പറ്റി വിചാരിച്ച പിന്നെ അയാൾ ചെയ്യുന്നതെല്ലാം തെറ്റായിട്ട് തോന്നും. വേണുവിന് പറയാനുള്ളത് നമ്മൾ ആരെങ്കിലും കേട്ടോ? ആ കുട്ടി ഊർമിള മോളെ കാണാൻ ഇവിടെ വന്നതല്ലേ. ആ കുട്ടിക്ക് പറയാനുള്ളത് കേൾക്കാനും നീ ക്ഷമ കാണിച്ചില്ല. നിന്റെ ആങ്ങള രാമകൃഷ്ണൻ, അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംസ്കാരമുള്ളവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളാണോ? അതങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഇരുന്ന ഇരിപ്പിൽ
നല്ല മുട്ടൻ നുണകളുണ്ടാക്കി പറയാൻ എൻ്റെ മോന് നല്ല മിടുക്കാ. എന്തിനാ ചേട്ടൻ ഇങ്ങനെ ഒരു നുണയുണ്ടാക്കി പറയുന്നത്? അതുകൊണ്ട് എന്ത് നേട്ടം? വേണുവിനെ പണ്ടേ അവൻ ഇഷ്ടമല്ല. എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ഇതും ഇതിലപ്പുറവും അവൻ പറഞ്ഞു വരുത്തും. അച്ഛാ, ഞാൻ എൻ്റെ മോള് അച്ഛൻ പറയുന്നത് കേൾക്ക്. ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിൽ വന്ന് തങ്ങുന്നത് ഒരു പെണ്ണിനും നന്നല്ല. അച്ഛനും അമ്മയും ഇനി എത്ര കാലമാണ്? അത് കഴിഞ്ഞുള്ള കാര്യം ഓർത്തു നോക്കിയിട്ടുണ്ടോ നീ? മോൾക്ക് ഇനി ജീവിതം ഒരുപാട് ബാക്കിയാ. ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ജീവിക്കാൻ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളുടെ ഗതി എന്താവും? ബുദ്ധിപൂർവ്വം ചിന്തിച്ച് തീരുമാനമെടുക്കണം. വേണു തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് തിരിച്ചറിയണം. മോളെയും കുഞ്ഞുങ്ങളെയും മറന്ന് അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. സത്യം എന്താണെന്ന് മനസ്സിലാക്കണം. വേണ്ട, ഇനി അതൊന്നും ചെയ്ഞ്ഞു നോക്കാൻ എനിക്ക് വയ്യ. ഞാൻ എല്ലാം മറക്കാം. പക്ഷെ അവളെ, ആ ഊർമിളയെ അവിടുന്ന് പറഞ്ഞു വിടണം. അത് മതി, അത് മാത്രം മതി. എല്ലാം മറക്കാൻ ഞാൻ തയ്യാറാ. മതി, ഞാൻ ഇപ്പൊ തന്നെ അവിടെ പോയി സംസാരിക്കാം. എന്റെ പെങ്ങൾ ഈ വീട് വിട്ടിറങ്ങിയിട്ട് വർഷം കുറേയായി. പിന്നെ ഞാൻ ആ മുഖത്ത് നോക്കിയിട്ടില്ല. മരണം വരെ ആ വീട്ടുമുറ്റത്ത് കാല് കുത്തരുതെന്ന് തീരുമാനിച്ചതാ. എന്റെ മോൾക്ക് വേണ്ടി അച്ഛൻ പോവാം. എനിക്ക് എന്റെ മോളുടെ ജീവിതം വലുത്.